Operations began earlier this week. At least 25 people have been killed in clashes with police, with hundreds more. വെൽക്കം ബാക്ക്. എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? 130-ലും അതിൽ കൂടുതലും ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ ഒരു ലഹള. എന്താണ് ഇതിന്റെ പിന്നിൽ? എന്താണ് ഇതിന്റെ കാരണം? പിന്നീട് ഇവർ ഇതുപോലെ പല രാജ്യങ്ങളിലും പ്രതിഷേധം നടത്തിയിരുന്നു, അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്തായിരിക്കും ഇതിന്റെ യഥാർത്ഥ കാരണം? 2018-ലും സമാനമായ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിലും ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ചതുകൊണ്ട് തൽക്കാലം അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. പിന്നീട് ഇത് 2024 ജൂലൈയിലാണ് തുടങ്ങിയത്. എന്നാണ് ഇതിന്റെ തുടക്കം? 1971 യുദ്ധത്തിൽ ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യത്തിനെതിരെ പോരാടാൻ പാകിസ്ഥാൻ സേനയുമായി സഹകരിച്ചവരെ റസാക്കർ എന്ന പദത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് സർക്കാർ ജോലികൾക്കായി ഒരു ക്വാട്ട സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അതിൽ 30% സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും ബാക്കിയുള്ളത് സ്വതന്ത്ര സമര സേനകൾക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും പിന്നെ വികലാംഗർക്കും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കോട്ട നിർത്തലാക്കിയതോടെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ അതിനുശേഷം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുകയും ജയിലുകളും മറ്റും തീവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടുത്തെ സർക്കാർ വെടിയുതിർക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പ്രശ്നം കൂടുതൽ വഷളാകാൻ കാരണമെന്തെന്നാൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശമായിരുന്നു. സ്വതന്ത്ര സമര സേനാംഗങ്ങളുടെ കൊച്ചുമക്കൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ആനുകൂല്യം റസാക്കർക്കാണോ കിട്ടേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് റസാക്കർ രംഗത്ത് വന്നതും. ഞങ്ങൾക്കോ നിങ്ങൾക്കോ എന്ന പേരിലാണ് കൂടുതലും ആക്രമണം ഉണ്ടായത്. അങ്ങനെ അവിടെ കൂടുതൽ പ്രശ്നം വഷളാവുകയും വിദ്യാർത്ഥികളും റസാക്കറും ഏറ്റുമുട്ടുകയും കൂടുതൽ പ്രതിഷേധത്തിൽ ഇടവരുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓഗസ്റ്റ് 7 ഇതിന്റെ ഉത്തരവ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ കേസുകളെല്ലാം സുപ്രീം കോടതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഓഗസ്റ്റ് 7 വരെ കാത്തു നിൽക്കണം എന്നാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞത്. പക്ഷേ ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്ന് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.